യോസേഫിനെ ദൈവം അനുഗ്രഹിച്ചു, യോസേഫിനെ ദൈവം മാനിച്ചു. യോസേഫിന്റെ ആരംഭം എവിടെയായിരുന്നു, എന്തായി തീർന്നു, ഒടുവിൽ എന്തായി മാറി എന്നുള്ള ചരിത്രമെല്ലാം നമുക്കറിയാം. എന്നാൽ യോസേഫ് ഇപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ ഒരു ഉന്നത നിലവാരത്തിൽ ഒരു സ്ഥലത്തിരിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ മാനിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ ദൈവസേനയിൽ ഒഴുക്കിയ കണ്ണുനീരിനും പ്രാർത്ഥനയുടെ ഫലമായി ഈ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. നല്ല വിദ്യാഭ്യാസം ദൈവം നൽകും, ഉന്നത നിലവാരത്തിൽ ദൈവം നമ്മളെ ഉയർത്തും, രാജ്യങ്ങളിലേക്ക് ദൈവം നമ്മെ അയക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഉയർച്ച പ്രാപിച്ചു, നല്ല വിദ്യാഭ്യാസമായി, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി പോകുന്നു, നല്ല നിലവാരത്തിലൊക്കെയായി. പക്ഷെ ഒരു ചോദ്യം, യോസേഫ് ഇപ്പോൾ ഫറവോൻ രാജാവിൻ്റെ അടുത്തിരിക്കുകയാണ്. തനിക്കിനി വേറെ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ മുൻ അധ്യായങ്ങളിൽ ഫറവോൻ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാൻ അവിടുത്തെ പലർക്കും കഴിയാതെ പോയപ്പോൾ ഫറവോൻ രാജാവിൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ യോസേഫിനെ വിളിച്ചു വരുത്തുന്നു. യോസേഫ് വന്നു, ആ ദർശനത്തെ വ്യാഖ്യാനിക്കുന്നു. ആദ്യം നല്ല തടിച്ച പശുക്കൾ മേയ്തുകൊണ്ടിരിക്കുന്നു. തൊട്ടുപറയെ വിരൂപമായ വേറൊരു കന്നുകാലി വരുന്നു, ഇതിനെ വിഴുങ്ങിക്കളയുന്നു. പിന്നീട് 7 കറ്റ, അതിനുശേഷം വിരൂപമായ 7 കറ്റ അതിനെ വിഴുങ്ങിക്കളയുന്നു. എന്താണെന്ന് ഫറവോൻ അറിയുന്നില്ല. ഫറവോൻ നിരാശയോടെ നിൽക്കുമ്പോൾ യോസേഫ് വ്യക്തമാക്കുന്നു, സുഭിക്ഷമായ 7 സംവത്സരം ഇനി വരാൻ പോകുന്നു. ഞാൻ ദൈവദാസന്മാരോടും ദൈവജനത്തോടും ഈ പ്രവചന ശബ്ദം കൈമാറുമ്പോൾ ഇതിനകത്തുള്ള കണ്ടന്റ് നിങ്ങൾ പിടിച്ചെടുത്തോണം. ഇനി വരാനിരിക്കുന്ന 7 സംവത്സരം സുഭിക്ഷമായ അനുഗ്രഹിക്കപ്പെട്ട കൊയ്ത്തിന്റെ വർഷമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന 7 വർഷം ക്ഷാമമാണ്. എന്നാൽ ഈ 7 വർഷക്കാലം ബുദ്ധിപൂർവം നീങ്ങിയില്ലെങ്കിൽ അടുത്ത 7 വർഷക്കാലം ഉറച്ചു നിൽക്കാൻ ഒരു രാജ്യങ്ങൾക്കും കഴിയത്തില്ല. ഇതായിരുന്നു ആ ദർശനത്തിൻ്റെ ഉള്ളടക്കം. ഇത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഫറവോൻ രാജാവ് ഒരു കാര്യം പറഞ്ഞു, ഇത് നടപ്പിലാക്കാൻ ഇത്രത്തോളം വിവേകവും പരിജ്ഞാനവുമുള്ള ഒരു വ്യക്തി നിന്നെ കവിഞ്ഞ് മറ്റാരുമില്ല. ഒടുവിൽ യോസേഫിനെ ആ സ്ഥാനത്ത് എത്തിച്ചു. ഞാൻ 2 ഭാഗം നിങ്ങളെ ചിന്തിപ്പിക്കട്ടെ. യോസേഫിനെ ആ തലമുറയിൽ ദൈവം വിശ്വസ്തനായി കണ്ട് ആ സ്ഥാനത്ത് എത്തിച്ചു. വക്രതയും കോട്ടവുമുള്ളവർ ആ കാലഘട്ടത്തിലും ഉണ്ടല്ലോ. എന്നാൽ ആ ഉയർന്ന ആ പൊസിഷനിൽ യോസേഫ് എത്തിയപ്പോൾ സീറ്റ് കംഫർട്ടബിൾ ആണ്, ഞാനിപ്പോൾ സുരക്ഷിതമായൊരു സോണിലാണ്, സേഫായിട്ട് ഞാൻ ഇവിടെ ഇരിക്കാം, ഞാനും എൻ്റെ കുടുംബവുമോ. ബാക്കി പറ, ഞങ്ങൾ യഹോവയെ ഞങ്ങൾ സേവിച്ചോളും, ബാക്കിയുള്ളവരുടെ കാര്യം ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കാതെ യോസേഫ് ഇരുന്നു. ഇനി ശ്രദ്ധിക്കണം, ഇരുന്ന സ്ഥലത്ത് നിന്ന് വായിച്ച വാക്യത്തിൽ യോസേഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യൗവനക്കാരെ കേൾക്കുക, അവന് 30 വയസ്സായിരുന്നു. യോസേഫ് ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ഒന്നാമത്തെ വാക്ക് പിടിച്ചെടുക്കുക, യോസേഫ് പുറപ്പെട്ടു. എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട യോസേഫെ, താങ്കൾ എന്തിന് പുറപ്പെട്ടു? മറുപടി, ദൈവം നൽകിയ ആലോചന പ്രകാരം ഫറവോനെ ഉണർത്തിച്ച ശബ്ദം അത് നിറവേറപ്പെടേണ്ടതിന് വരാനിരിക്കുന്ന 7 വർഷക്കാലം ഈ രാജ്യത്തിൽ നടപ്പിലാക്കേണ്ട വലിയ ഒരു ദൗത്യം രാജാവ് ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഇവിടെ വണ്ടിക്കൂലി ചെലവാക്കി ഈ ക്യാമ്പിൽ പറഞ്ഞു വിട്ട രക്ഷകർത്താക്കൾക്കും സഭാശുശ്രൂഷകന്മാർക്കും ഒരു ഉദ്ദേശമുണ്ട്. എന്തിനാണെന്നറിയാമോ? ആ ഉദ്ദേശത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവിക ദർശനം പ്രാപിച്ച് ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ദൈവമേ, ഇടയാക്കണമേ എന്നുള്ളൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ നിങ്ങൾ അയച്ചവർക്ക്. ഇരുന്ന സീറ്റ് സേഫ് ആണെന്ന് കരുതി തനിക്ക് ലഭിച്ച ദർശനത്തെ യോസേഫ് മറന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ബഹുമാനപ്പെട്ട പ്രൊഫസർ, നമ്മുടെ പ്രിയ ടീച്ചർ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് നൽകി. ലക്ഷ്യബോധമുള്ളവരായി, സുബോധം നഷ്ടപ്പെട്ടവരായിട്ടല്ല, വിവേകത്തോടും പരിജ്ഞാനത്തോടും നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണമെന്നുള്ള ആശയങ്ങൾ പങ്കുവച്ചു. എന്നാൽ ആ സീറ്റിൽ ഇരിക്കുന്ന യോസേഫ് തൻ്റെ സ്വന്തം കാര്യം നോക്കി നിൽക്കാതെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു. സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. എവിടെ? രാജാവിൻ്റെ അടുത്തിരിക്കുന്ന നിനക്ക് ഇനി മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ, സേഫായിട്ട് ഇരുന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ
നിർബന്ധം, പൗലോസ് പറഞ്ഞ പോലെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് രാത്രി തലമുറകളോട് ഞാൻ പറയുന്നു, പുറപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ എൻ്റെ ദൈവം തയ്യാറാണ്. അവൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ നിന്ന് മുമ്പോട്ട് പോകാമെന്നാണെങ്കിൽ ഈ നശിച്ച തലമുറയിടയിൽ നമ്മളെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. പുറപ്പെടാൻ തയ്യാറുള്ളവരെയാണ് ഫോളോ ത്രീ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി, ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി ചലിക്കാനുള്ള ചലനശേഷി. ഒന്ന് കൈയടിക്കാനോ ഒന്ന് കൈ ഉയർത്താനോ ഒന്ന് ചാടാനോ ഒക്കെ പറഞ്ഞാൽ നമ്മൾ മുമ്പന്തി നിൽക്കുന്നവരാ. എൻ്റെ ചോദ്യം, കർത്താവിനെ ഫോളോ ചെയ്യുവാൻ, കർത്താവിനെ പിൻപറ്റുവാൻ, സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കുവാൻ. പ്രിയരെ, UK-ക്കും ഇംഗ്ലണ്ടിലും കാനഡയിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന തിരക്ക് കൂട്ടിയ കാലമാണ്. എല്ലാം നല്ലത് തന്നെ, വേണമെന്നല്ല. പക്ഷേ എസ്തേറിനോട് പറഞ്ഞതുപോലെ കാര്യം പറയുക, നീ ഇപ്പോൾ സേഫ് ആണെന്ന് കരുതരുത്. ഇപ്പോൾ നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ പദവി എന്തിനാ തന്നതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന യോസേഫ് എഴുന്നേറ്റ് പുറപ്പെടാൻ തയ്യാറായി. എങ്ങോട്ടാ പോയത്? വായിച്ചേ, താഴോട്ട് വായിച്ചേ. യോസെഫ് മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യോസെഫ് ഫറവോന്റെ സന്നിധാനത്ത് നിന്ന് പുറപ്പെട്ട് മിസ്രൈം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. എന്നാൽ സുഭിക്ഷമായ 7 സംവത്സരവും സുഭിക്ഷമായ 7 സംവത്സരം ദേശം സമൃദ്ധിയായി വിളഞ്ഞു. മിസ്രൈം ദേശത്ത് സുഭിക്ഷത ഉണ്ടായ 7 സംവത്സരത്തിലെ ധാന്യമൊക്കെയും അവൻ ശേഖരിച്ചു. രണ്ടാമത്തെ പദം ധാന്യമൊക്കെയും യോസേഫ് ശേഖരിച്ചു. ഒന്ന്, യോസേഫ് പുറപ്പെട്ടു. 2, യോസേഫ് ശേഖരിച്ചു. യോസേഫ് പുറപ്പെട്ടത് ടൂറ് പോകാനല്ല, മിസ്രൈമിലെ കാഴ്ചകൾ കണ്ട് അവൻ വെറും ഒരു കാഴ്ചക്കാരനായിരിക്കാനല്ല. യോസേഫിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ദർശനം വരാനിരിക്കുന്ന ക്ഷാമകാലത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയേണ്ടതിന് ധാന്യം അന്വേഷിച്ചുള്ള പുറപ്പാടാണ്. അപ്പോൾ എവിടെയൊക്കെ ധാന്യമുണ്ടോ ആ ധാന്യങ്ങളെ യോസേഫ് ശേഖരിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ക്യാമ്പിന്റെ 2ാം രാത്രിയിലാണ് നിൽക്കുന്നത്. ഇന്നലകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സെക്ഷൻ വരെയും നിങ്ങൾക്കൊന്നും ശേഖരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മണിക്കൂറുകളെ തിരിച്ചു പിടിക്കുവാൻ ഇന്ന് ഈ രാത്രി മുതൽ നാളെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ചിലതെങ്കിലും ശേഖരിച്ച് അവൻ ദൈവസന്നിൽ നിക്ഷേപിക്കുവാൻ അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അപ്പൊ യോസേഫ് ശേഖരിച്ചു. 1, യോസേഫ് പുറപ്പെട്ടു. 2, ശേഖരിച്ചു. അടുത്ത വാക്ക് താഴോട്ട് വായിച്ചോ. പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. ഏതൊക്കെ പട്ടണങ്ങളിൽ ധാന്യമുണ്ടെന്ന് അവൻ ദീർഘവീക്ഷണത്തോടുകൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി. ഞാൻ പറയുന്നു, ഏതൊക്കെ സെക്ഷനുകളിലാണ്, ഏതൊക്കെ സമയത്താണ് ആ ദൈവിക സ്പർശനം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് വേണം ഇനി അങ്ങോട്ടുള്ള സെക്കൻഡുകളിൽ ഈ യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന യുവതി യുവാക്കന്മാർ ഓർക്കുക. ഇനി ശേഷിക്കുന്ന ചില മണിക്കൂറുകളേ ഉള്ളൂ. ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഒന്ന് സഞ്ചരിക്കുവാൻ തയ്യാറാകുക. എന്തുവാ? എനിക്ക് സകല ശേഖരിക്കണം. എന്ത്? ധാന്യം. വേഗത്തിൽ പോ. അടുത്ത വാക്ക്. അങ്ങനെ യോസേഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം 48-ാം വാക്യം വായിച്ചേ. മിസ്രൈം ദേശ സുഭിക്ഷത ഉണ്ടായ 7 സംവത്സരത്തിലെ ധാന്യമൊക്കെ അവൻ ശേഖരിച്ച് പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. 3-ാമത്തെ പദം പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. 1, അവൻ പുറപ്പെട്ടു. 2, ശേഖരിച്ചു. 3, സൂക്ഷിച്ചു. പ്രാപിക്കുന്നത് മുഴുവനും ശേഖരിക്കുന്നതൊക്കെ നല്ലതാ. ഈ ശേഖരിക്കുന്നതെന്ന് സൂക്ഷിക്കാനും കൂടെ നമുക്ക് കഴിയണം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? യോഹന്നാന്റെ സുവിശേഷം 15:16 നമുക്കറിയാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനാ തിരഞ്ഞെടുത്തേ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടുന്നതിനും ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. മക്കളെ, ഫലം കായ്ക്കാൻ നമ്മൾ മിടുക്കരാ. പക്ഷെ പോയ വഴിക്ക് നോക്കിയാൽ അതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയല്ല. ഞാൻ പ്രാപിച്ചത് ഒന്ന് സൂക്ഷിക്കുവാൻ എനിക്ക് കഴിയണം. എൻ്റെ ചോദ്യം, എന്തിനാ സഹോദര സൂക്ഷിക്കുന്നേ? നെക്സ്റ്റ് ജനറേഷൻ, വരും കാലങ്ങളിൽ ഇതൊന്നും കിട്ടാത്ത, നിങ്ങൾ ഓർക്കുക, ഒരുപക്ഷെ ഇതൊരു പ്രവചന ശബ്ദമായിരിക്കാം,
നമ്മുടെ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പോക്കനുസരിച്ച് ഇനി ഒരുമിച്ച് ഇതുപോലെ എത്ര ക്യാമ്പുകൾ കൂടാൻ സാധിക്കുമെന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. എന്നാൽ നമ്മുടെ അരുമനാഥനായ കർത്താവിൻ്റെ വരവ് വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന അവസരങ്ങളിൽ പ്രാപിക്കാൻ കഴിയുന്ന ടാലന്റുകളെ, പ്രാപിക്കാൻ കഴിയുന്ന ധാന്യങ്ങളെ നേടിയെടുത്ത സ്റ്റോറിയാ. വക്രതയും കോട്ടവും ഉള്ളവനോട് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഫുഡടിച്ചിട്ട് കട്ടിലേക്ക് അടിക്കറന്ന് ഉറങ്ങുന്ന സഹോദരന്മാര് ശ്രദ്ധിക്കുക, അവ കിടന്നുറങ്ങിയാൽ ശേഖരിക്കാൻ ഒക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, തികഞ്ഞ ആത്മസാന്നിധ്യം ഈ ഹാളിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഞങ്ങൾ ചിലരെയൊക്കെ ഫോക്കസ് ചെയ്തു, ചിലരെയൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ അസാധാരണമായ സാന്നിധ്യം ചില യുവക്കന്മാരുടെ മേൽ ഇറങ്ങുന്നത് അവൻ ദർശനമുള്ള ദൈവദാസന്മാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളോടാ പറയാനുള്ളത്, കർത്താവിന് നിങ്ങളെ കൊണ്ട് ഉദ്ദേശമുണ്ടെന്നേ. അപ്പോൾ 1, അവൻ പുറപ്പെട്ടു. 2, ശേഖരിച്ചു. 3, സൂക്ഷിച്ചു. അടുത്ത വാക്യം ഓരോ പട്ടണത്തിൽ 56-ാം വാക്യം വായിച്ചേ വേഗത്തിൽ. ക്ഷാമം ഭൂതലത്തിലൊക്കെ ഉണ്ടായി. യോസഫ്, അതായത് കഴിഞ്ഞ 7 വർഷക്കാലം സുഭിക്ഷമായ നല്ല വിളവുള്ള കാലത്ത് ഉറുമ്പിനെ പോലെ ബുദ്ധിയോടെ പെരുമാറി എല്ലാം ശേഖരിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചു. അന്നത്തെ കാലത്തും വക്രതയും കോട്ടവുമുള്ള വ്യക്തികൾ പറഞ്ഞു കാണും, എവിടെയോ നിന്ന് അടിമയായി കയറി വന്നവൻ നമ്മളെ ഭരിച്ചുകൊണ്ട് അവൻ പറയുന്ന ആജ്ഞ കേട്ട് അവന് വേണ്ടി സേവനം ചെയ്യുവാൻ നമ്മൾ എന്തിനു തുനിയണം എന്നൊരു പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ടാകാം. അതൊന്നും വകവയ്ക്കാതെ യോസേഫ് വളരെ താല്പര്യബോധത്തോടുകൂടെ പുറപ്പെട്ട് ശേഖരിച്ച് സൂക്ഷിച്ചു. വാഗ്ദത്തം പോലെ, അല്ലെങ്കിൽ ദർശനത്തിൽ സ്വപ്നത്തിൽ കണ്ടതുപോലെ കൃത്യം 7 വർഷം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ 7 കൊല്ലം വളരെ ബുദ്ധിപൂർവം നീങ്ങിയ ആ ഇസ്രായേൽ പൗരനായ ആ ഒരു യുവാവ് മനസ്സ് വെച്ച ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നു, മിസ്രൈം എന്ന് പറയുന്ന ദേശം ഇന്നും നിലനിൽക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ അവൻ തീരുമാനവും അവനെടുത്ത അവൻ ആ നടപടിയുമാണ് ഇന്നും ഇസ്രായേൽ രാജ്യം ഉറച്ചു നിൽക്കുന്നതെങ്കിൽ, ഫോളോ 3-യിൽ കൂടിയിരിക്കുന്ന യുവക്കന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അവൻ ദർശനം, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ടാലന്റുകളെ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൂടെ? ഞാൻ പ്രാപിച്ചത് എന്നിൽ കൂടെ എന്നിലങ്ങ് അണഞ്ഞു തീരാനുള്ളതല്ല, അവൻ തലമുറയായി ഇത് കൈമാറുവാൻ ഫോളോ 3-യിൽ പങ്കെടുക്കുന്ന പ്രിയരെ, ദൈവ സന്നിധിയിൽ നീ പ്രാപിച്ചത്. പറഞ്ഞതുപോലെ ക്ഷാമം വന്നു. 56-ാം വാക്യം, ക്ഷാമം ഭൂതലത്തിലൊക്കെ ഉണ്ടായി. യോസഫ് പാണ്ഡികശാലകളൊക്കെ തുറന്നു. യോസേഫ് പാണ്ഡികശാല തുറന്നു. എത്ര പേർക്ക് അതിന്റെ എസൻസ് പിടികിട്ടെന്ന് എനിക്ക് അറിയത്തില്ല. മക്കളെ, ബാക്കിയുള്ള എല്ലാവരുടെ ഗോഡൗൺ കാലിയ. ബൈബിൾ വ്യക്തമാക്കുന്നു, ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസേഫ് പാണ്ഡികശാല തുറന്നു. യോസേഫ് തന്റെ ഗോഡൗൺ തുറന്നു. ബാക്കിയുള്ളവരുടെ കീശ കാലിയായപ്പോ ദർശനം പ്രാപിച്ചവന്റെ കീശ കാലിയല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂത് പിടിച്ചെടുക്കുന്നവർക്കായി സ്തോത്രം. പാണ്ഡികശാല തുറക്ക്. പാണ്ഡികശാല യോസേഫ് തുറന്നു. ആമേൻ, ആമേൻ. പാണ്ഡികശാല തുറന്നത് മാത്രമല്ല, വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അടുത്ത പദം പറയുന്നു, മിസ്രൈമ്യർക്ക് ധാന്യം വിറ്റു. അടുത്ത അധ്യായത്തിൽ സ്വന്തം സഹോദരന്മാരെ ഇറന്നുകൊണ്ട് വരുമ്പോ ആ കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ വലിഞ്ഞു കയറി അടിമയായി വന്ന ആ നാട്ടുകാർക്ക് ആഹാരം വിളമ്പുന്നു. ഇന്ന് രാത്രി ദൈവജനത്തോട് ഞാൻ ദൂത് പറയാം, കൈ നീട്ടുന്നവനല്ല, കൈ നീട്ടുവാനല്ല, വായ്പ വാങ്ങുവാനല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അവൻ വിതറി കൊടുക്കുക. ഇന്ന് രാത്രി ദൂതിന്റെ ആഴത്തിലേക്ക്
വക്രതയും കോട്ടവും ഉള്ളവർ അവർ ഒന്നും പ്രാപിക്കാതെ നഷ്ടമായി പോകുമ്പോൾ കൃപ പ്രാപിച്ചവരുടെ പാണ്ഡികശാല അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഒരസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം. ഇരു കണ്ണുകളും അടച്ച് രണ്ട് കൈകൾ ചേർത്തടിച്ച് ഇന്ന് രാത്രി കർത്താവ് ചിലത് ശേഖരിക്കുക. എഴുന്നേറ്റ് സ്തുതിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് രാത്രി ഈ തലമുറയുടെ മേൽ അസാധാരണമായ ദൈവത്തിന്റെ കൃപ. ശൂന്യതയല്ല ഇന്ന് രാത്രി നിറയുന്നൊരനുഭവം. എന്റെ പാനപാത്രം നിറഞ്ഞു കഴിയുന്നു. Glory. Shabala Ramasi. Thank you Lord. Thank you Lord. പ്രിയരെ, 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ട ഒരു അടിമയാണ് യോസേഫ്. ചുരുക്കം പറഞ്ഞ കാരാഗ്രഹത്തിനകത്തും തന്നെ ആക്കി വെച്ചിരുന്ന ഇടങ്ങളിൽ കിട്ടുന്ന ആഹാരം കഴിച്ചുകൊണ്ട് ജീവനെ കൈ പിടിച്ചപ്പോഴും അകത്ത് ഒരു ദർശനമുണ്ടായിരുന്നു. ഇന്ന് കാരാഗ്രഹത്തിൽ എനിക്ക് കിട്ടുന്നതാണ് ഞാൻ കഴിക്കുന്നതെങ്കിൽ ഒരു ദിവസം എനിക്ക് വരും. ഞാൻ ഇന്ന് നീട്ടുന്നതല്ല, ഞാൻ അങ്ങോട്ട് നീട്ടും. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഇതിന്റെ ആഴത്തിലേക്കൊന്ന് വാ. ഈ തലമുറയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ ഇടയിൽ അസാധാരണമായ ഒരു ഉണർവ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഫോളോ 3 പങ്കെടുക്കുന്ന യുവാവ്, നിന്റെ മേൽ യോസേഫിന്റെ മേൽ വെളിപ്പെട്ട ആ ദൈവത്തിന്റെ സാന്നിധ്യം പകരുകയാ. പിടിച്ചോ, ദൈവസന്നിധിയിൽ അത് പ്രാപിച്ചോ. വിശ്വാസത്താൽ കാഴ്ചക്കാരായിരിക്കരുത്. ശേഖരിക്കുക, സൂക്ഷിക്കുക. ആമേൻ. എന്തിനാ ശേഖരിച്ചേ? എന്തിനാ സൂക്ഷിച്ചേ? എന്തിനാ ശേഖരിച്ചേ? എന്തിനാ സൂക്ഷിച്ചേ? ഞാനിത് വിളമ്പുന്ന ഒരു ദിവസം വരും. താലന്തുകളെ കർത്താവ് കൊടുത്തിട്ട് പോയിട്ട് തിരിച്ച് കണക്ക് തീർക്കാൻ വന്ന ദിവസം ചോദിച്ച കാര്യം അറിയാമല്ലോ. വളരെ ബുദ്ധിപൂർവ്വം ഒരുവൻ ഒരെണ്ണം കൊണ്ട് കുഴിച്ചിട്ടു. ആ ഒരെണ്ണമായിട്ട് വന്നിരിക്കുന്ന സകല പുള്ളികളോട് ഞാൻ പുതിയത് പ്രാപിച്ചോണം. ബൈബിൾ വ്യക്തമാക്കുന്നു, എന്റെ തലയെ നീ എണ്ണ കൊണ്ട്, മറുഭാഗത്ത് പറയുന്നത് പുതിയ എണ്ണ കൊണ്ട് നീ ഈ പഴയ എണ്ണയില്ലേ, കട്ടുപിടിച്ച എണ്ണ, അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുതിയ എണ്ണ, പുതിയത് ഞാൻ നിങ്ങളോട് പറയുന്നു. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല. ഇന്ന് രാത്രി പുറത്തു വരണം. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ അളവോടെ. പെട്ടകത്തിന്റെ സൈഡിൽ കിടന്നുറങ്ങുന്ന ശമൂവേൽ ബാലനെ ഒന്ന് നോക്കിക്കേ. ദൈവ സാന്നിധ്യത്തിൽ അവൻ വസിക്കുമ്പോ മറുവശത്ത് കുറച്ച് പുള്ളികള് മുപ്പല്ലി എടുത്ത് ഇങ്ങനെ കുത്തിക്കളിക്കുക. നമ്മുടെ പിള്ളേർ പലരും വാട്സപ്പും ഫേസ്ബുക്കും കുത്തിക്കളിക്കുന്നത് പോലെ യാഗപീഠത്തിലെ മാംസത്തിന് വേണ്ടി യാഗപീഠത്തിലെ മാംസം വെന്തുപോലും തീർന്നില്ല, ഗുണ്ടായിസം കാണിക്കുന്ന ആരോടാ പാസ്റ്റ ഈ ആലോചന? എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അവൻ യാഗപീഠത്തിലെ യാഗവസ്തു വെന്ത് വേറെ റെഡിയായി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് തരണം. അകത്തൊരുത്തൻ സാന്നിധ്യത്തിൽ വസിക്കുമ്പോ പുറത്ത് സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏലിയുടെ മക്കൾക്ക് അവിടെ ഗുണ്ടായിസമാ. സാന്നിധ്യത്തോട് മതിപ്പില്ല, ദൈവകൃപയോട് ബഹുമാനമില്ല. അവരാ വക്രതയും കോട്ടവുമുള്ളവർ. ആരാധനാലയത്തിൽ ഒരു കൂട്ടം വ്യക്തികൾ ആത്മനിയോഗത്തിന് വേണ്ടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കളിക്കുന്ന തലമുറ ഓർത്ത് നിന്റെ മൊബൈൽ അടിച്ചു പോകാതിരിക്കാൻ, നിന്റെ ഭാവിയുടെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സാന്നിധ്യത്തിൽ വസിക്കുമ്പോൾ വിളക്ക് കെടുന്നതിന് മുമ്പേ കണ്ണടച്ചോണം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഈ വാക്യത്തിലേക്ക് വരാ. മിസ്രൈമ്യർക്ക് ധാന്യം വിറ്റു. അടുത്ത വാക്ക്
ക്ഷാമം മിസ്രൈം ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ. ശ്രദ്ധിക്ക, യോസേഫ് എന്തൊക്കെ ചെയ്തു? പുറപ്പെട്ടു. പറഞ്ഞേ. ഓ പോരാ, പുറപ്പെട്ടു. ഇവിടെ കേൾക്കുന്നില്ല. പുറപ്പെട്ടു, ശേഖരിച്ചു. അടുത്ത വാക്ക് സൂക്ഷിച്ചു. അടുത്ത വാക്ക് പാണ്ഡികശാല തുറന്നു. അവൻ വിറ്റു. ഇനി അടുത്ത ക്ലൈമാക്സ് കേൾക്കുക. മിസ്രൈമിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിലും സകല ലോകത്തുള്ള മനുഷ്യരും അവന്റെ കാൽക്കൽ. ബുദ്ധിയോടെ വിവേകത്തോടെ പാണ്ഡികശാലകൾ തുറക്കട്ടെ. കാലത്തിന്റെ തികവിൽ തന്റെ മുമ്പിൽ ചില വ്യക്തികൾ വന്ന് നിൽക്കുന്നു. യോസേഫിന് ഒരു കാര്യം പിടികിട്ടി. ഇത് വേറെ ആരുമല്ല, 20 വെള്ളിക്കാശിന് എന്നെ വിറ്റ എന്റെ സ്വന്തം രക്തം. മക്കളെ, കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് ആദരവ് കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സഭയിൽ, നിങ്ങൾ അയക്കുന്ന ഇടങ്ങളിൽ ആര് നിങ്ങളെ മാനിച്ചില്ലെങ്കിലും, ചില അമ്മമാർക്ക് ദൂത് പിടികിട്ടി. നിന്നെ ആദരിക്കുന്ന, നിന്നെ ഓർക്കുന്ന, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ശ്രദ്ധിക്ക, സകല ദേശക്കാരും അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ 120 പേർ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിച്ചപ്പോ ഭൂപരപ്പിലുള്ള സകല ഭാഷക്കാരും അവിടെ വന്നില്ലേ? മുക്കോന്മാർ ഇതാ വിളമ്പുന്നു. ദൈവത്തിന്റെ വൻ കാര്യങ്ങള് അവരവരുടെ ഭാഷയിൽ അവരത് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ കൂടി വന്ന സകലരും പറഞ്ഞു, ഇവർ ഗലീലക്കാരല്ലയോ? ഇവരെങ്ങനെ നമ്മളുടെ ഭാഷകളിൽ ദൈവത്തിന് വൻ കാര്യങ്ങളെ പ്രസാദിക്കുന്നു? മറുപടി ഞാൻ പറയാ, അവരുടെ കഴിവല്ല, അവരുടെ മേൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപയാ. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: ശേഖരിക്ക്. നമ്മുടെ പാണ്ഡികശാലകൾ പലതും ശൂന്യമാ.